നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ കാര്യങ്ങൾ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. LDFന് നല്ല അസൽ തിരിച്ചടിയും കിട്ടി. പിണറായി ഭരണം അങ്ങ് അവസാനിക്കുകയും ചെയ്തു. ഇത്രയും കാലം നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേക സിസ്റ്റം ആയിരുന്നു. എന്താണെന്നല്ലേ? സഖാക്കൾ തല്ലും, പോലീസുകാർ കൊള്ളും. സഖാക്കൾ തെറിവിളിക്കും, പോലീസുകാർ കേട്ടു നിൽക്കും. സഖാക്കൾ എന്ത് തോന്നിവാസം കാണിച്ചാലും പോലീസുകാർ മൈൻഡ് ചെയ്യാതെ ഇരിക്കണം. ഇതായിരുന്നു കഴിഞ്ഞ 10 കൊല്ലത്തെ അവസ്ഥ. പക്ഷെ ഇപ്പോൾ ഭരണം മാറിയതോടെ കഥ മാറി. സഖാക്കളെ കഥ മാറി. ഇത്രയും കാലം സഹിച്ച വലിപ്പച്ചെറുപ്പമില്ലാതെ തിരിച്ചു കൊടുക്കാൻ പോലീസുകാർ അങ്ങ് തീരുമാനിച്ചു. അതിന്റെ സാമ്പിൾ വെടിക്കെട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പാലക്കാട്ടും തിരുവനന്തപുരത്തും കണ്ടത്. പാലക്കാട്ട് ചില യുവജന സഖാക്കളെ പോലീസുകാർ പാർട്ടി ഓഫീസിൽ കയറി അങ്ങ് മേഞ്ഞു. ഇത്രയും കാലം ഒതുങ്ങി നിന്ന പോലീസുകാർക്ക് ഇപ്പോൾ ഒരു പുതിയ റൂളുണ്ട്. എന്തെങ്കിലും ഒരു സഖാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നാൽ അവൻ ഇടത്തെ കാല് വെച്ച് കയറിയാലും തല്ലും, വലത്തെ കാല് വെച്ച് കയറിയാലും തല്ലും. കാരണം 10 കൊല്ലത്തെ ദേഷ്യം അങ്ങ് തീർക്കാനുണ്ട്. എന്നിട്ടും നമ്മുടെ DYFI സഖാക്കൾക്ക് വീരസ്യത്തിന് ഒരു കുറവുമില്ല. അവർ പോലീസിനെ വെല്ലുവിളിക്കുകയാണ്. പിണറായി സർക്കാർ പോയെന്ന് കരുതി പോലീസുകാർ സമാധാനിക്കേണ്ട. ഈ യൂണിഫോം ഇട്ടു നിൽക്കുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് പ്രശ്നമുള്ളൂ. യൂണിഫോം ഊരിയാൽ ഞങ്ങൾ നിങ്ങളെ എവിടെ വെച്ചും തല്ലും. തല്ലുമോ ഇല്ലയോ എന്നത് വേറെ കാര്യം. പക്ഷേ ഡയലോഗിന് ഒരു കുറവുമില്ല. ഇതിന്റെ രണ്ടാം ഭാഗം അരങ്ങേറിയത് തിരുവനന്തപുരത്താണ്. യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ നമ്മുടെ SFIക്കാർക്ക് വിജയാഹ്ലാദ പ്രകടനം നടത്തി. ആ പ്രകടനം നേരി ചെന്ന് മുട്ടിയത് KSUക്കാരുമായിട്ടാണ്. പിന്നെ അവിടെ നടന്നത് അടിയോടടി പൂരം, പൊടിയേരി കഞ്ഞി എന്ന് പറഞ്ഞ അവസ്ഥയിലായിരുന്നു. KSUക്കാരും പോലീസുകാരും ചേർന്ന് സഖാക്കൾക്ക് നല്ല അസൽ തല്ലു വെച്ചു കൊടുത്തു. ഇതിനകത്തെ കോമഡി എന്താണെന്ന് വെച്ചാൽ അടികൊണ്ട പാവം മണികൾക്ക് പോലും ഇല്ലാത്ത വേദനയാണ് തല്ലുകൊള്ളാത്ത നേതാക്കൾക്കുണ്ടായത്. തല്ല് കഴിഞ്ഞ ഉടനെ വലിയ വലിയ നേതാക്കൾ നേരെ ആശുപത്രിയിലേക്ക് ഓടിയെത്തി. കയ്യിൽ പ്ലാസ്റ്ററും ഇട്ട് അത് കഴുത്തിൽ കെട്ടിത്തൂക്കി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് പറയുകയാണ്, ഞങ്ങളെ പോലീസ് തല്ലി, സതീശന്റെ പോലീസ്, രമേശിന്റെ പോലീസ്, ഞങ്ങളെ തല്ലിയാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എന്ന്. ഈ അടി തുടങ്ങുന്നതിന് മുമ്പ്, തൊട്ടു മുമ്പ് നമ്മളുടെ AA റഹീം സഖാവ് അവിടെ ചെന്ന് സമരക്കാരെ നല്ല രീതിയിൽ ഉത്തേജിപ്പിച്ചിരുന്നു. പക്ഷെ അടി തുടങ്ങുന്ന കൃത്യസമയത്ത് നോക്കുമ്പോൾ റഹീം അവിടെ എങ്ങും കാണാനില്ല. അത് പണ്ടേ അങ്ങനെയാണ്. അടി തുടങ്ങുമ്പോൾ വലിയ നേതാക്കൾ അപ്രത്യക്ഷമാകും. തല മുഴുവൻ പാവം സാധാരണ സഖാക്കൾ ഇട്ടുകൊടുക്കേണ്ടി വരും. റഹീം സഖാവ് പണ്ട് ലോ അക്കാദമിയിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഇത്തരം വേലത്തരങ്ങൾക്ക് പേര് കേട്ട ആളാണ്. ഇന്ന് വരെ അദ്ദേഹത്തിന്റെ ദേഹത്ത് ഒരടി പോലും വീണിട്ടില്ല. കൂടെ നിന്നവർക്കൊക്കെ പൊതിരെ തല്ല് കിട്ടിയിട്ടുമുണ്ട്. അവസാനം കൂടെ നിന്നവർ ഇപ്പോഴും തെരുവിൽ തല്ലുകൊള്ളുമ്പോൾ റഹീം സഖാവ് മാത്രം സുഖലോലുപനായി രാജ്യസഭയിൽ പോയിരിക്കുകയാണ്. വരുന്ന 5 വർഷം ഈ നാട്ടിൽ നടക്കാൻ പോകുന്നത് ഇതാണ്. SFI DYFI എന്ന് പറഞ്ഞ് വെള്ളക്കൊടിയും പിടിച്ച് നടക്കുന്ന സകല എണ്ണത്തിനും പോലീസിന്റെ വക നല്ല പൂശായിരിക്കും. ഇനി പോലീസുകാർ തല്ലണ്ട എന്ന് വിചാരിച്ചാലും ഈ മിടുക്കന്മാരായ നേതാക്കൾ അണികളെ മുന്നോട്ട് തള്ളിവിട്ട് തല്ല് വാങ്ങിപ്പിച്ചു തരും. സഖാക്കൾക്ക് തല്ലുകൊള്ളുന്ന ഒരു പ്രത്യേകതരം സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയാണ് ഇപ്പോൾ പാർട്ടിയിലുള്ളത്. എനിക്ക് ഈ തല്ലുകൊള്ളുന്ന പിള്ളേരോട് ഒന്നും പറയാനില്ല. കാരണം അവരോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പക്ഷെ അവരുടെ തന്തയും തള്ളയും ഇവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് ചിലത് പറയാനുണ്ട്. പ്രിയ സുഹൃത്തുക്കളുടെ, നിങ്ങളുടെ മക്കളെ കോളേജിലേക്ക് വിട്ടത് പഠിക്കാനാണെങ്കിലും അല്ലെങ്കിലും അവരോട് ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കുക. പോലീസിന്റെ തല്ലുകൊണ്ട് ചാവാനാണ് അവരുടെ ജാതകത്തിലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഇല്ലെങ്കിൽ അവരോട് സംഘടനയിൽ പ്രവർത്തിച്ചോളാൻ പറയുക. പക്ഷെ അടി വരുമ്പോൾ ഈ കൊടി വീശി നിൽക്കുന്ന പരിപാടി നിർത്തി ഓടാൻ പഠിപ്പിക്കുക. പണ്ട് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ വരികൾ ഇപ്പോഴും പ്രശസ്തമാണ്. മണി പോയാൽ അതുണ്ടാക്കാം, തുണി പോയാൽ അതും ഉണ്ടാക്കാം, പ്രാണൻ പോയാൽ ഉണ്ണികളെ പുനരുണ്ടാകില്ല. കാരണം പാർട്ടി ഇപ്പോൾ മറ്റൊരു അഭിമന്യുവിനെ തേടിയുള്ള യാത്രയിലാണ്. പാർട്ടിക്ക് ഇപ്പോൾ രക്തസാക്ഷികളുടെ വലിയ കുറവുണ്ട്. ഇംഗ്ലീഷ് പറഞ്ഞാൽ അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് മാർട്ടേഴ്സ്. പണ്ടൊക്കെ സഹകരണ ബാങ്കുകളിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് പിരിക്കാൻ പ്രസിഡന്റും സെക്രട്ടറിയും വീടുകളിൽ ഇറങ്ങുന്നത് പോലെ രക്തസാക്ഷികളെ കണ്ടെത്താനുള്ള വലിയൊരു നിക്ഷേപ സമാഹരണ യജ്ഞത്തിലാണ് പാർട്ടി ഇപ്പോൾ. കാരണം കുറെ കാലമായി രക്തസാക്ഷികളെ കിട്ടാത്തത് കൊണ്ട് ബക്കറ്റ് പിരിവ് നടത്താൻ പറ്റുന്നില്ല. അതാണല്ലോ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം. നാളെ നിങ്ങളുടെ മക്കൾ വല്ലവന്റെയും കുത്തുകൊണ്ടോ പോലീസിന്റെ തല്ലുകൊണ്ടോ ചത്താൽ അവരുടെ പേര് പറഞ്ഞ് ഇവർക്ക് ബക്കറ്റ് വെച്ച് കോടികൾ പിരിക്കാം. പിരിക്കുന്ന കാശി കൊണ്ട് മരിച്ചുപോയ സഖാവിന്റെ വീട്ടിൽ ഒരു 10 ലക്ഷം കൊടുക്കും. ബാക്കി തുക നേതാക്കൾ പുട്ടടിക്കും. അല്ലെങ്കിൽ പാർട്ടിക്ക് വലിയ കെട്ടിടം പണിയും. നിങ്ങളുടെ മകൻ മണ്ണടിഞ്ഞു പോകും. ഇനിയിപ്പോ പിണറായി വിജയന്റെ വീട്ടിൽ EDക്കാർ റെയ്ഡിനിറക്കാൻ പോകുന്നു. ഇനി EDക്കെതിരെ സമരം ചെയ്യാൻ നിങ്ങളുടെ മക്കളെ അവർ തള്ളിവിടും. അവിടെ ചെന്നാലും തല്ലുറപ്പാണ്. VD സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും പോലീസുകാരെ നിയന്ത്രിക്കാൻ പോകുന്നില്ല. കാരണം അവരും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് വന്നവരാണ്. അവർക്ക് തല്ലിന്റെ ഗുണം നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പണ്ട് കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രി പറഞ്ഞ പ്രശസ്തമായ ആ വാചകം ആവർത്തിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പോലീസിന്റെ കയ്യിലിരിക്കുന്ന ലാത്തി എന്ന് പറയുന്നത് ഊതിയാൽ ശബ്ദം വരുന്ന ഓടക്കുഴൽ. ഇത് മനുഷ്യനെ തല്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഈ ഓർമ്മ നമ്മളുടെ സഖാക്കൾക്ക് എപ്പോഴും ഉണ്ടായാൽ അവർക്ക് നല്ലത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.